ഹായ്, ഇന്ത്യൻ എജു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ എപ്പോഴും എത്ര സംശയം തീർത്തു കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ച ഡിഗ്രി PSC അതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ PSC ടെസ്റ്റിന് എലിജിബിൾ ആണോ, പ്രൊമോഷന് സാധ്യമാണെന്നുള്ളത്. അതിന് ബന്ധപ്പെട്ട് ഒരുപാട് ഓർഡറുകൾ കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകൾ തന്നെ ഉണ്ട്. അവർ UGC അംഗീകരിച്ച ഡിഗ്രി നിങ്ങൾ പഠിച്ച കോഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്തായി കഴിഞ്ഞാലും അവർക്ക് ഈക്വലൻസി ആവശ്യപ്പെടാൻ പാടില്ല. അത് കൃത്യമായി ഗവൺമെൻറ് ഓർഡറുകൾ പല സമയത്തും നമ്മൾ പത്രങ്ങളിലും എല്ലാ TV ചാനലുകളിലും ഒക്കെ വന്നിട്ടുള്ള മാറ്ററാണ്. ഇനി നിങ്ങൾ കോടതിയെ സമീപിക്കുന്നില്ല എന്ന് കൂട്ടുക, നിങ്ങൾക്കൊരു ഈക്വലൻസി തന്നെ എടുക്കാം. പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇതിലേതെങ്കിലും സംസ്ഥാനത്തുള്ളൊരു യൂണിവേഴ്സിറ്റി എളുപ്പത്തിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് നമുക്കൊരു ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഉദാഹരണം എടുക്കാം. നിങ്ങൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഒരു BA ഇംഗ്ലീഷ് പഠനം പൂർത്തിയാക്കി. ആ പഠനം കേരളത്തിൽ ഇനി നിങ്ങൾക്ക് ഒരു PG ഒരു MA ഇംഗ്ലീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പൂർത്തിയാക്കണം. അത്തരത്തിൽ നിങ്ങളോട് ഒരു ഈക്വലൻസി ആവശ്യപ്പെടുകയാണ്, ഈക്വലൻസി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഒന്നാമത് ചോയ്സ് വരുന്നത് മുമ്പ് ആരെങ്കിലും ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാരതിയാർ യൂണിവേഴ്സിറ്റി BA പ്രോഗ്രാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതേ ബാച്ചിന് ഈക്വലൻസി എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എടുത്തിട്ടുണ്ട് എങ്കിൽ ഡയറക്റ്റ് നമ്മൾ അതിൻ്റെ കൗണ്ടറിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഈക്വലൻസി ബന്ധപ്പെട്ടുള്ള ലെറ്റർ കിട്ടും. കാരണം ഈക്വലൻസി ഒരു തവണ ഒരു വിദ്യാർത്ഥി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ആ ബാച്ചിന് അത് ബാധകമാണ്. ഇനി അതല്ല, ആരും അങ്ങനെ ഒരു ഈക്വലൻസി എടുത്തിട്ടില്ല എന്ന് കൂട്ടുക, നിങ്ങൾ പഠിച്ച കോഴ്സിന് ആരും അങ്ങനെ ഒരു ഈക്വലൻസി എടുത്തിട്ടില്ല, അതേ കോഴ്സ് അല്ലെങ്കിൽ അതേ കോഴ്സിൻ്റെ PG ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്, നമ്മൾ ഈക്വലൻസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്നും നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ടുള്ള SLC മുതലുള്ള ഡോക്യുമെൻ്റ്, SLC +2 ഡിഗ്രി അതിൻ്റെ TC, നമ്മളെല്ലാ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റും, കൂടാതെ നമ്മൾ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി UGC അംഗീകൃതമാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുള്ള കോഴ്സ് DEB അംഗീകരിച്ചതാണും എന്ന് തെളിയിക്കുന്ന രേഖകളോട് കൂടെ ഒരു പ്രധാനപ്പെട്ട രേഖയും കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഈ യൂണിവേഴ്സിറ്റി AIU അപ്രൂവ്ഡ് ആണെന്നുള്ളത്. AIU നമുക്കറിയാം, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യയിൽ ഏകദേശം 1200ഓളം യൂണിവേഴ്സിറ്റികൾ ഉണ്ടെങ്കിൽ UGC അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഏകദേശം 900-ൽ താഴെ യൂണിവേഴ്സിറ്റികൾ മാത്രമേ AIU ലിസ്റ്റഡ് ഉള്ളൂ. ഈ AIU ഉള്ള യൂണിവേഴ്സിറ്റി ഈക്വലൻസിക്ക് വേണ്ടി നമ്മൾ പറയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ AIU മെമ്പേഴ്സ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ തമ്മിൽ ഒരു ധാരണയുണ്ട്. അവർ നടത്തുന്ന ജനറൽ കോഴ്സുകളുടെ സിലബസ് 70% മുതൽ 80% വരെ ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി AIU മെമ്പർഷിപ്പ് ഉണ്ട്. നമ്മൾ ഈക്വലൻസിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി AIU മെമ്പർഷിപ്പ് ഉണ്ട് എങ്കിൽ ആ AIU മെമ്പർഷിപ്പ് നമ്പർ അവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾക്ക് എളുപ്പമാണ്, അവർക്ക് അതിൻ്റെ കൺവിൻസിങ് ആണ്. ഇനി അതല്ല, വീണ്ടും സിലബസ് ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട ഒരു സിലബസും കൂടി ഇവിടെ സബ്മിറ്റ് ചെയ്യുക. യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലബസ് ഈക്വൽ ആണ് എങ്കിൽ, 80% ഈക്വൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും യൂണിവേഴ്സിറ്റി ഈക്വലൻസി സർട്ടിഫിക്കറ്റ് തരണം എന്നുള്ളതാണ് വ്യവസ്ഥ. അത് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതേ കോഴ്സും അതിൻ്റെ സിലബസ് 80%ഉം അതിൻ്റെ റെക്കഗ്നീഷനും ഓക്കെ ആണെങ്കിൽ നിർബന്ധമായും നമുക്ക് ഈക്വലൻസിക്കുള്ള അർഹതയുണ്ട്. ഓക്കെ.